ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SRT സീരീസിലെ അടുത്ത ചാപ്റ്റർ ആണ്. 5th സ്റ്റാൻഡേർഡിലെ തന്നെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 ഒരു ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ 2 ചാപ്റ്റർ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ വസ്ത്രത്തിന്റെ നാൾ വഴികൾ എന്നതാണ്. വസ്ത്രത്തിന്റെ നാൾ വഴികൾ. ഈ ഒരു ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ കാലാവസ്ഥയും വസ്ത്രധാരണവും തമ്മിലുള്ള ബന്ധമൊക്കെ പഠിക്കും. അതുപോലെ തന്നെ വസ്ത്രനിർമ്മാണത്തിൽ വന്ന മാറ്റങ്ങൾ, വസ്ത്രത്തിന്റെ വൈവിധ്യം, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾ, അതുപോലെ വസ്ത്രം ഒരു സമരായുധമായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി, വസ്ത്രനിർമ്മാണ മേഖലയിലെ തൊഴിൽ സാധ്യതകളെ പറ്റി, അതിന്റെ വിപണി, ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ചെറിയ ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് ലളിതമായ രീതിയിലുള്ള ഒരു പഠനമായിരിക്കും ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ വസ്ത്രത്തിന്റെ നാൾ വഴികൾ. ഈ പിക്ചർ നോക്കിക്കേ, കുറച്ച് ജീവജാലങ്ങളുടെയും ഒരു മനുഷ്യക്കുഞ്ഞിന്റെയും ഒക്കെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ജീവജാലങ്ങളൊക്കെ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ്, ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇതിൽ നിന്നാണ് നമ്മൾ വസ്ത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, ആടിന്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു. ആടിന്റെ രോമാവരണം, തത്തയുടെ തൂവല്, ആമയുടെ പുറന്തോട്, ഈ പിക്ചർ ഒരു വസ്ത്രത്തിന്റെ ആവരണം പോലെ പ്രതികൂല സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ ഇവരെ സംരക്ഷണം ഒരുക്കുന്നതാണ് ഇത്. എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. മനുഷ്യർക്ക് കട്ടിയുള്ള ത്വക്കോ മൃഗങ്ങളെ പോലെ രോമാവരണമോ പക്ഷികൾക്കുള്ളതുപോലെ തൂവലുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ്, പ്രകൃതിയിലെ വസ്തുക്കൾ തന്നെ വസ്ത്രങ്ങളായിട്ട് അവർ ഉപയോഗിച്ചു. ഈ വസ്ത്രങ്ങൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യന് പ്രയോജനപ്പെടുന്നത്? തണുപ്പിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ, ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നതിനായിട്ട്, പ്രാണികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനായിട്ട്, അതുപോലെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനായിട്ട്. വൃത്തിയുള്ള വസ്ത്രം ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു വസ്ത്രം എന്നതിന്റെ പ്രയോജനകരമായിട്ടുള്ള വസ്തുതകളായി പറയാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വസ്ത്രത്തിന്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് നൂറ്റാണ്ടുകളുടെ ദീർഘകാലത്തിന്റെ ചരിത്രം പറയാനുണ്ട്. ആ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇവിടെയുള്ളൊരു വസ്ത്രം നോക്കി, ആദിമ മനുഷ്യരുടെ വസ്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ? ഒന്നാമത് തന്നിട്ടുണ്ട്, മരവുരി ഉപയോഗിച്ചിട്ടുണ്ട് ഇവര്. അതുപോലെ എന്തൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്? വലിയ ഇലകളൊക്കെ തുന്നിച്ചേർത്തിട്ട് വസ്ത്രമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ മൃഗങ്ങളുടെ തോല് ഒക്കെ ശരീരത്തിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളെ മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചു. അതായത് പുല്ല്, ഇലകൾ, മരത്തോൽ, അതായത് മരവുരി, അതിനെയാണ് മരവുരി എന്ന് പറയുന്നത്. മൃഗങ്ങളുടെ തോൽ, ഇവയൊക്കെ ഉപയോഗിച്ച് ആദിമ മനുഷ്യർ വസ്ത്രമുണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കിക്കൊണ്ട് വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി. ഇതാ കൽസൂചിയാണ് ഇത്. മൃഗങ്ങളുടെ കൊമ്പ്, അതുപോലെ എല്ല് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവയെ സൂചികളാക്കിക്കൊണ്ട് വസ്ത്രനിർമ്മാണത്തിന്റെ ഉപകരണങ്ങളായി അവയെ ഉപയോഗിച്ചു. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചിരുന്നു. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചികളാണ് സഹായിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നു. മൃഗങ്ങളുടെ തോലും രോമവും ഒക്കെ മിനുസപ്പെടുത്തി വൃത്തിയാക്കിയാണ് ആദിമകാലത്ത് മനുഷ്യർ വസ്ത്രങ്ങളായി ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് വസ്ത്രത്തിന്റെ ആവശ്യകതയാണ്. ജീവജാലങ്ങൾ ചൂടുള്ള കാലാവസ്ഥ, അതുപോലെ അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വസ്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പൊ മൃഗങ്ങൾക്കുള്ളതുപോലെയുള്ള ഒരു സംവിധാനം ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് എവിടെയാണോ ജീവിച്ചിരുന്നത്, സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുക്കളെ അവർ വസ്ത്രമായി ഉപയോഗിച്ചു. ആദിമ മനുഷ്യർ
പുല്ല്, ഇലകൾ, മരത്തോല്, മൃഗങ്ങളുടെ തോല് ഇവയൊക്കെ വസ്ത്രമായി ഉപയോഗിക്കാനും ഇവയൊക്കെ കോർത്തിണക്കുന്നതിനും മറ്റുമായിട്ട് വസ്ത്രനിർമ്മാണത്തിന്റെ ഉപകരണങ്ങളായിട്ട് മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവയൊക്കെ സൂചികളായും ഉപയോഗിച്ചു. പിന്നീട് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇവർ സൂചികളും ഉപയോഗിച്ച് വന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അവിടുന്ന് നെയ്ത്തു വിദ്യയിലേക്കാണ് കടക്കേണ്ടത്. ഇത്തരത്തിലുള്ള വസ്ത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആദിമ മനുഷ്യർക്ക് ശേഷം നെയ്ത്ത് വിദ്യ കടന്നു വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി നോക്കാം. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലത്തിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. നെയ്ത്ത് ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഇവർ ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നെയ്ത്തിന്റെ ചരിത്രത്തിന് മനുഷ്യന്റെ നാഗരികതയോളം തന്നെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് പുരാതന കാലം മുതൽക്കേ ആധുനിക കാലഘട്ടം വരെ ഈ ഒരു തുണി ഉൽപാദനവും അതുപോലെ വസ്ത്രനിർമ്മാണവും ഒക്കെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഹാരപ്പൻ ജനത അവരുടെ തുണിയിൽ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചിരുന്നതായി തെളിവുകളുണ്ട്. അപ്പൊ അത്രത്തോളം പഴക്കമുണ്ട് ഈ ഒരു നെയ്ത്ത് വിദ്യ എന്ന് പറയുന്നതിന്. ഓക്കെ, അപ്പൊ സിന്ധു നദീതടത്തിലെ വസ്ത്രം എങ്ങനെയാ നോക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പരുത്തി ഇവിടെ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി കണക്കാക്കാവുന്നതാണ്. അതുപോലെ കുപ്പായമണിഞ്ഞ പ്രതിമകൾ, ഇത് കണ്ടോ, അവിടുന്ന് ലഭിച്ച ഒരു പ്രീസ്റ്റിന്റെ പ്രതിമയാണ്. അപ്പൊ ഇവയൊക്കെ കുപ്പായമണിഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അവ വസ്ത്രം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ. അപ്പൊ അത്രത്തോളം പഴക്കമുണ്ട് നമ്മുടെ ഈ ഒരു വസ്ത്രധാരണ രീതിക്ക്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂല് ഉപയോഗിച്ച് കൈകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നൂല് ഉപയോഗിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മൃഗങ്ങളുടെ തോലിനേക്കാൾ മികച്ചതാണ് ഇവ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാനായിട്ടുള്ള വഴിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ചുകൊണ്ട് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. അപ്പൊ ഇതേ തുടർന്ന് അവർ മരം കൊണ്ടുള്ള തറികൾ ഉപയോഗിച്ചുകൊണ്ട് തുണി നെയ്തെടുക്കുന്ന ഒരു വിദ്യ അവർ പഠിച്ചെടുത്തു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. മനുഷ്യരുടെ വസ്ത്രത്തിന്റെ ആവശ്യം വർദ്ധിക്കുകയും അത് നെയ്ത്ത് ഉപകരണങ്ങളുടെ വർധനവിന് കാരണമാവുകയും ചെയ്തു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാനായി സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നൂലുപയോഗിച്ചുകൊണ്ട് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് പറഞ്ഞത്? നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയെ നെയ്ത്ത് എന്ന് പറയുന്നു. അതുപോലെ നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെ കൈത്തറി തുണികൾ എന്നും പറയുന്നു. ഇതാണ് ആദ്യകാല നൂൽപ്പ് യന്ത്രം എന്ന് പറയുന്നത്. അതുപോലെ ഇത് കൈത്തറി. ഇത്തരത്തിൽ നെയ്ത് ഇതിനാണ് കൈത്തറി ഉപയോഗിച്ച് വീവ് ചെയ്യുക, നെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് നെയ്തെടുക്കുന്നത്. വീഡിയോസിലും മറ്റു ഫോട്ടോസിലൊക്കെ ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു വർക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ളവയിൽ ആദ്യം ഇൻഡിഗോ, നീലം ചെടിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ചായം ഉപയോഗിച്ച് വസ്ത്രങ്ങൾക്ക് കളറ് കൊടുത്തു തുടങ്ങി. പിന്നീട് നീലത്തിൽ നിന്ന് വിവിധ കൂട്ടുകൾ, ഈ ഒരു നീലത്തിലേക്ക് വിവിധ കൂട്ടുകളൊക്കെ ചേർത്തുകൊണ്ടാണ് വ്യത്യസ്ത നിറങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം, ഇൻഡിഗോ, നമ്മളിത് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നില്ലേ, അത് തന്നെയാണ് ഇത് കേട്ടോ.
നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് ഇവർ നിറം നൽകി. ക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. നീലം ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇതാണ് നീലം ചെടി. അതിനെ തുടർന്ന് നിറം ഇങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാകുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഈ നീലത്തിൽ, ഇൻഡിഗോയിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വസ്ത്രങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത് നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായമായിരുന്നു. പിന്നെ ഇവിടെ പരുത്തി തന്നിട്ടുണ്ട്. എന്താണ് പരുത്തി? ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി എന്ന് പറയുന്നത്. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിക്കൊണ്ട് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തു വരുന്നുണ്ട്. സയൻസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും, ബോട്ടണിയുടെ റെക്കോർഡിലൊക്കെ നമ്മൾ ഈ ഒരു പിക്ചറിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പരുത്തിച്ചെടി, ഇതാണ് പരുത്തിച്ചെടി. പരുത്തിച്ചെടിയിൽ നിന്ന് ഇത്തരത്തിൽ പഞ്ഞി വേർതിരിക്കുന്നു, അതിനെ നൂലുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലുകളാക്കി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ ഈ കോട്ടൺ കണ്ടെത്തിയതിന്റെ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പൊ പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ചണം, ജൂട്ട്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് ചണം. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയുടെ ഫലഭൂയിഷ്ടമായ ഗംഗാ തീരത്താണ് ഉള്ളത്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ചണച്ചെടിയിൽ നിന്ന് ഇവിടെ ചണം നൂല്, ഒരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നൂല് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചണകൃഷിയുടെ ഭൂരിഭാഗവും ഉള്ളത് ഇന്ത്യയിലെ ഗംഗാ തീരത്താണ്. ഓക്കെ, അപ്പൊ നീലം ചെടിയും നമ്മൾ കണ്ടു. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ് കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവയൊക്കെ. കൈത്തറി വസ്ത്രങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ള പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരിടത്ത് പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും എത്രത്തോളം മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്, അല്ലെ? ഓക്കെ, ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി അത്തരത്തിൽ ഒന്നാണ്. ഈ നെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൈത്തറി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ നെയ്തിരുന്നു, കൈത്തറി തുണിയായിട്ടൊക്കെ നിർമ്മിച്ചിരുന്നു. പിന്നീട് ശാസ്ത്ര പുരോഗതി വന്ന സമയത്ത് വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും അവ പിന്നീട് വികസനത്തിന് വഴിയൊരുക്കുകയുമാണ് ചെയ്തത്. ഒന്നാമതായിട്ട് പറയുന്നത് ഈ സ്പിന്നിങ് ജെന്നിയാണ്. ഇതാണ് സ്പിന്നിങ് ജെന്നി. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് എടുത്തു വെക്കുക, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത് ആരാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അത്രയധികം ആ ഒരു വ്യവസായം വികസിച്ചിട്ടുണ്ടായിരുന്നു. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കുകയാണ് ചെയ്തത്. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം ഈ ഒരു നൂലുൽപാദനം കുറച്ചുകൂടെ വേഗത്തിലാക്കി ആ ഒരു വ്യവസായത്തിന് സഹായകരമാവുകയാണ് ചെയ്തത്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. വസ്ത്ര വ്യവസായത്തിന്റെ ഒരു വ്യാപനം മാത്രമല്ല, ജനസംഖ്യയിലെ വർധനവും വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. അവ എന്ത് സംഭവിച്ചു? മനുഷ്യ പ്രയത്നം കുറയ്ക്കുകയും കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വരികയും ചെയ്തു. അപ്പൊ കൈകൊണ്ടുള്ള ഉൽപാദനം വളരെ കുറഞ്ഞു പോകുന്നു എന്നൊരു നിലപാട് വരുന്ന സമയത്ത് യന്ത്രങ്ങൾ കൂടുതൽ അവയെ കയ്യേറുകയും യന്ത്രത്തറി കൂടുതൽ മുന്നിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് യന്ത്രത്തറി? പവർ ലൂം എന്ന് പറയുന്ന യന്ത്രത്തറി എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിക്കുന്നത്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിക്കുന്നത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്.
വൈദ്യുതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഊർജ സ്രോതസ്സിന്റെയോ സഹായത്തോടെ പ്രവർത്തിക്കുന്നത് യന്ത്രത്തറിയാണ്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാനായിട്ട് യന്ത്രത്തറിക്ക് കഴിയും. അപ്പൊ ഇവിടെ വേഗത എന്ന ഒരു ഘടകമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, കൂടുതലായും യന്ത്രത്തറിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി കൂടുതലായും ഉപയോഗിക്കപ്പെട്ടു. അപ്പൊ വികസനം പ്രാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വിപണി ഓപ്പൺ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതാണ് യന്ത്രവൽകൃത വസ്ത്ര നിർമ്മാണത്തിന്റെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായിട്ട് കൂടുതൽ തുണി ഉൽപ്പാദിപ്പിച്ചു. ഇത്തരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട തുണികൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി കമ്പോളങ്ങൾ തേടിക്കൊണ്ട് യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. അങ്ങനെ അവർ ഇന്ത്യയിലെത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ ഇവിടെ അസംസ്കൃത വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് അവർ ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ അവർ എന്ത് ചെയ്തു, അവർ ഇന്ത്യയിൽ എത്തിച്ച് വിറ്റഴിക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന യൂറോപ്യർ ആരാണ്? ഈ യൂറോപ്യർ എന്ന് ചോദിച്ചാൽ ഭൂമിയിലെ ഒരു വൻകരയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഭൂമിയിൽ മൊത്തം 7 വൻകരകളാണുള്ളത്, നമ്മൾ പഠിച്ചിരുന്നു. അതിലൊരു വൻകരയാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് പൊതുവെ വിളിക്കുന്നത്. യൂറോപ്യൻ വൻകരയിലുള്ള ജനതയെയാണ് നമ്മൾ പൊതുവെ യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ, പോർച്ചുഗലിൽ നിന്ന്, ഡച്ചുകാർ നെതർലൻഡ്സിൽ നിന്ന്, അതുപോലെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്ന്, ഫ്രഞ്ചുകാർ ഫ്രാൻസിൽ നിന്ന്. ഇവരൊക്കെയാണ് യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയവർ. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ അവിടെ തന്നെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. അപ്പൊ അതാണ് ഈ യൂറോപ്യർ എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇവരെന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടു. അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവർ അവിടെ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിറ്റഴിക്കുകയാണ് ചെയ്തിരുന്നത്. കൂടുതൽ വിലയും മറ്റുമൊക്കെ നമ്മളിൽ നിന്ന് ഈടാക്കുകയും ചെയ്തു. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനായി തുടങ്ങി. അപ്പൊ വസ്ത്രത്തിന്റെ ഒരു വികസന പാതയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. യൂറോപ്യർ നമ്മളോട് ചെയ്തത് മോശമാണെങ്കിൽ കൂടി നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു വിപണി വലുതാക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ അത്തരത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. വസ്ത്രനിർമ്മാണ രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു. ഇവ വസ്ത്രത്തിന്റെ ആവശ്യകതയിൽ കൂടുതൽ വർധനവുണ്ടാക്കുകയാണ് ചെയ്തത്. അതോടുകൂടി എന്ത് സംഭവിച്ചു? നെയ്ത്ത് യന്ത്രങ്ങൾ കൂടുതൽ നവീനമായി, അതായത് പുതിയ പുതിയ തരത്തിലുള്ള നെയ്ത്ത് യന്ത്രങ്ങൾ കണ്ടെത്തുകയും പുതിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതുകൂടാതെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്രനിർമ്മാണം ആയതുകൊണ്ട് എന്താണ്, കൂടുതൽ വേഗത്തിൽ ഉണ്ടാക്കാനായി കഴിഞ്ഞു. അതോടുകൂടി ഉൽപാദനം വർദ്ധിച്ചു. അത് മാത്രമല്ല, ഗുണമേന്മയുള്ളതും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും നിറങ്ങളും മറ്റ് പ്രിന്റുകളും ഒക്കെ തരത്തിലുള്ള വൈവിധ്യമാർന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും തുണികളും ഒക്കെ ജനങ്ങൾക്കിടയിലേക്ക് എത്താനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്തരത്തിൽ കൃത്രിമ ചായങ്ങളൊക്കെ നൽകിക്കൊണ്ട്, നമ്മൾ നേരത്തെ നീലം കൊണ്ട് നിറം നൽകുന്നതും ചില കൂട്ടുകൾ ഉപയോഗിച്ച് നിറം കണ്ടെത്തുന്നത് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ വസ്ത്രത്തിന്റെ ഒരു വൈവിധ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയ ശേഷം കൃത്രിമമായി ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രങ്ങൾക്ക് പുതിയ നിറങ്ങൾ നൽകാനായി തുടങ്ങി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണ വൈവിധ്യം ഇത്തരത്തിൽ ചായം ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്ക് പറയാം, വസ്ത്ര ഉൽപാദനത്തിൽ കൂടുതൽ വർധനവുണ്ടായിട്ടുണ്ട്. കൂടുതൽ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി.
മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, മനുഷ്യരുടെ അധ്വാനം യന്ത്രങ്ങളുടെ ആവിർഭാവത്തോടെ എന്ത് സംഭവിച്ചു? കുറഞ്ഞു. വസ്ത്രങ്ങളിലെ വൈവിധ്യം, നേരത്തെ കണ്ടതുപോലെയല്ല, ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട്, ഉൽപ്പാദിപ്പിക്കാനായിട്ട്, വിറ്റഴിക്കാനായിട്ട് തുടങ്ങി. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ കണ്ടോ, ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ്. പിന്നെ വസ്ത്രങ്ങളുടെ വ്യാപനം, കൂടുതൽ ജനതയിലേക്ക് വസ്ത്രങ്ങളുടെ വ്യാപനം ഉണ്ടായി. ഇത് കൂടാതെ നമുക്ക് പറയാം ഉൽപാദന ചെലവ് കുറഞ്ഞു എന്നുള്ളത്. ആദ്യം ഈ കൈത്തറിയിലൂടെയും മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓരോ വസ്ത്രങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചെലവ് വരുന്നുണ്ട്. എന്നാൽ യന്ത്രവൽക്കരണത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറേ വസ്ത്രങ്ങൾ ഒരുമിച്ച് ഉൽപ്പാദിപ്പിക്കാം എന്നൊരു ഗുണം നിലനിൽക്കെ തന്നെ വസ്ത്രങ്ങളുടെ ഉൽപാദന ചെലവ് ഇവിടെ ഗണ്യമായി കുറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ ഈ വസ്ത്രനിർമ്മാണ രംഗത്ത് പ്രകൃതിദത്ത നാരുകൾ നേരത്തെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകൃതിദത്ത നാരുകളോടുകൂടി തന്നെ ഇപ്പോ കൃത്രിമ നാരുകളും ഉപയോഗിച്ച് വരുന്നുണ്ട്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. അതായത് പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടു നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള വസ്ത്രനിർമ്മാണ രീതിയിലേക്കാണ് വഴിതെളിച്ചത്. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. കൃത്രിമ നാരുകളാണെങ്കിൽ ഈട് നിൽക്കുന്നതാണ്, അതുപോലെ ചെലവ് കുറഞ്ഞതാണ്. ഇവ വ്യത്യസ്ത ഘടകങ്ങളിൽ നിന്നുള്ളതും വ്യത്യസ്ത ഘടനയുള്ളതും ഗുണമേന്മയുള്ളതുമായ തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. ഇവിടെ തന്നിട്ടുള്ള നോക്കിക്കേ, വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ 2 തരത്തിലാണ്. ഏതൊക്കെയാണ്? 1 പ്രകൃതിദത്ത നാരുകൾ, 2 കൃത്രിമ നാരുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞവ ഒന്നും കൂടി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫോമിൽ തന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ പ്രകൃതിദത്ത നാരുകൾ 2 തരത്തിലാണ്. 1 ജന്തുക്കളിൽ നിന്ന്. ഏതൊക്കെയാണ്? ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും അതുപോലെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിന്റെ നാരും നിർമ്മിക്കുന്നു. ഇതാണ് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുകൾക്ക് ഉദാഹരണമായി പറയാവുന്നത്. ചെമ്മരിയാടിൽ നിന്ന് ലഭിക്കുന്ന കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് ലഭിക്കുന്ന പട്ടിന്റെ നാരും. ഇനി സസ്യങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പരുത്തി, ചണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരുത്തി, ചണം എന്നീ ചെടികളിൽ നിന്നൊക്കെ യഥാക്രമം പരുത്തി നാരും ചണനാരും ഒക്കെ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗം വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗം നാരുകളാണ് കൃത്രിമ നാരുകൾ. പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്ന് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രകൃതിദത്ത നാരുകളെക്കാൾ ഇവരെന്താണ്? കൃത്രിമ നാരുകൾ ഉപയോഗിക്കുമ്പോൾ പൊതുവെ ചെലവ് കുറവാണ്. അതുപോലെ ഇവ പെട്ടെന്ന് ചുളിയില്ല എന്ന ഗുണമേന്മ ഇവർക്കുണ്ട്. ഇവ എന്താണ്? കൂടുതൽ ഈട് നിൽക്കും, അതുപോലെ ചെലവ് കുറഞ്ഞതാണ് കൃത്രിമ നാരുകൾ. ഇവ എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു? പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ ഇവയൊക്കെയാണ്. ഇവയൊന്നും പെട്ടെന്ന് അങ്ങനെ ചുളിവൊന്നും പറ്റില്ല, അതുപോലെ ഈട് നിൽക്കുകയും ചെയ്യും. അതാണ് കൃത്രിമ നാരുകളുടെ ഗുണമെന്ന് പറയുന്നത്. ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം നോക്കാം. വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ? അതായത് വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത്. അത് മാത്രമല്ല ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളാണ്. അതുപോലെ പദവി, ഓരോ തൊഴിലുകൾ, ഓരോ പ്രദേശങ്ങളുടെ വ്യത്യാസങ്ങൾ, ഇതിനൊക്കെ അനുസരിച്ച് ഓരോ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ നോക്കിക്കേ. ഏതൊക്കെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഓരോ കാലാവസ്ഥയ്ക്കും അതുപോലെ ഓരോ തൊഴിലിനനുസരിച്ചും അതുപോലെ അധികാരം, പദവി എന്നിവയൊക്കെ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള വസ്ത്രങ്ങളാണ് ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അവയാണ് ഇവിടെ പട്ടികപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാലാവസ്ഥ ഏതൊക്കെയാണ്? ഇത് കാലാവസ്ഥയെ പിക്ചർ 1 തന്നിട്ടുള്ളത് മഞ്ഞ് കാലത്ത് അവർ ധരിച്ചു പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. മഞ്ഞ് കാലാവസ്ഥയിലുള്ള വസ്ത്രമാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്നുണ്ടോ മഴക്കാലം അല്ലേ. അപ്പൊ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ 2 വസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഇനി അടുത്തത് രോഗപ്രതിരോധമാണ്. രോഗപ്രതിരോധത്തിന് ഇവിടെ ഉപയോഗിക്കുന്ന വസ്ത്രം ഏതാണ്? ഇവിടെ തന്നിട്ടുള്ള 4-ാമത്തേതാണ്. നമ്മൾ കോവിഡ് കാലത്തൊക്കെ കണ്ടതാണ്. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രത്യേക വസ്ത്രധാരണം തന്നെ ഉണ്ടായിരുന്നല്ലോ.
ഇനി അധികാരം, പദവി എന്നിവയെ എടുത്തു സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രമാണ് ഇവിടെ തന്നിരിക്കുന്ന മൂന്നാമത്തെ പിക്ചറിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ സ്റ്റാർ, പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്റ്റാറിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഏത് പദവിയിലാണ് അദ്ദേഹം ഉള്ളത് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് കഴിയുമല്ലോ. അപ്പൊ അത്തരത്തിൽ ഇത് പദവിയെ സൂചിപ്പിക്കുന്ന ഒന്നാണെന്ന് കണക്കാക്കുന്നു. ലാസ്റ്റ് തന്നിട്ടുള്ളത് തൊഴിലാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളാണ്. ലോയറും അതുപോലെ തന്നെ ഒരു ഡോക്ടറുമാണ് കാണുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും 2, 5 എന്നീ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് തൊഴിലിനെയാണ്. അതും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അത്തരത്തിൽ കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണം സ്വാധീനിക്കുന്നുണ്ട്. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയിലെല്ലാം തന്നെ ഈ ഒരു വൈവിധ്യം കാണാനായിട്ട് സാധിക്കും. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താന്ന് വെച്ചാല് കാലാവസ്ഥ, യാത്ര ഇവ ചെയ്യുന്നതിനൊക്കെയുള്ള സൗകര്യം പരിഗണിച്ചുകൊണ്ടാണ് അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം, നമ്മൾ പറയില്ലേ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, നമ്മളിപ്പോ തിരഞ്ഞെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വളരെയേറെ വൈവിധ്യങ്ങളും അതുപോലെ തന്നെ സമാനതകളും നമുക്ക് ഇന്നത്തെ രീതിയിലുള്ള വസ്ത്രധാരണത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് വസ്ത്ര വൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു മേഖലയാണ് കലാരംഗം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, വ്യത്യസ്ത രീതിയിലുള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള കലാരൂപങ്ങളാണ് കാണുന്നത്. എല്ലാത്തിനും തന്നെ അവയെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രധാരണവും ഉണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ ആഭരണങ്ങളും മറ്റും ഉണ്ട്. ഇവ ഏതൊക്കെയാണ്? കഥകളി, തെയ്യം, മോഹിനിയാട്ടം, കേരള നടനം, ഒപ്പന, അതുപോലെ ചവിട്ട് നാടകമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവയാണ് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ വ്യത്യസ്തങ്ങളായി വസ്ത്രം ധരിക്കാം എന്ന് കണ്ടു. ഇനി വസ്ത്രത്തിൽ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാമെങ്കിൽ കൂടി വസ്ത്രവ്യവസ്ഥയിൽ പോലും വിവേചനങ്ങൾ നേരിട്ട ഒരു കാലമുണ്ടായിരുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഉത്രം തിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അറിയിച്ചിട്ടുള്ള വിളംബരത്തിന്റെ ഒരു പകർപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് കാരണം എന്നാ പറഞ്ഞത്? തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആ ഒരു അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ഇത്. അതായത് അന്ന് നിലനിന്നിരുന്ന ഒരു ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ അവരുടേതായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ആ ഒരു വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുവാനായിട്ടുള്ള മാറുമറക്കൽ സമരം നമ്മൾ കേട്ടതാണ്. അപ്പൊ അവയെക്കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 1859 ഇത്തരത്തിലൊരു വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാടായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിന്റെ ഭാഗം ഉൾപ്പെടുന്നുണ്ട്, മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗം ഉൾപ്പെടുന്നുണ്ട്, ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിക്കുന്നത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരളത്തിന്റെ ഭാഗമായി മാറി, കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതാണ് തിരുവിതാംകൂർ. ഇനി മേൽമുണ്ട് സമരത്തിലേക്ക് വരാം. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനു വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടുന്നത്. 19ാം നൂറ്റാണ്ടിലാണ് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനു വേണ്ടി നടത്തിയ സമരത്തെയാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമാണ് മേൽവസ്ത്രം ധരിക്കുവാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നത്. താഴ്ന്ന ജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക്
മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരായി 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടുന്നത്. ചെറിയ ക്ലാസ്സിലായതുകൊണ്ടാണ് ഇത്ര വിശദാംശങ്ങളെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വലിയ ക്ലാസ്സുകളിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അടുത്തതിലേക്ക് പോകാം. വസ്ത്രം ഒരു സമരായുധം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ പോലും വസ്ത്രം എന്നത്, വസ്ത്രത്തെ ചൊല്ലി, വസ്ത്രത്തെ പ്രതി നമുക്ക് അവിടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്യുന്നതിന്റെ ഒരു കഥ നമുക്ക് അവിടെ കേൾക്കാനായിട്ട് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഗാന്ധിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഇതാണ് അതിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും ഒക്കെ വിദേശ വസ്ത്ര ബഹിഷ്കരണം എന്നൊരു ആശയത്തിന്റെ ഭാഗമായി ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചു. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ഖാദി വസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഗാന്ധിജി ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവ ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഖാദി, ചർക്ക, നൂൽനൂൽപ്പ് എന്നിവ പ്രധാന ഒരു ആയുധമാക്കി ഗാന്ധിജി മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. ഗാന്ധിജി ചർക്കയിൽ നൂൽ നൂൽക്കുന്നതിനുള്ള ഒരു പിക്ചറാണിത്. അതുപോലെ ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്ന ഗാന്ധിജിയുടെ ആഹ്വാനത്തെ തുടർന്ന് ഇന്ത്യൻ ജനതയെല്ലാം ഒത്തുചേർന്നുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും അതുപോലെ ഖാദി, ചർക്ക, ഇന്ത്യൻ രീതിയിലുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നത് ഇത്തരത്തിൽ കൂട്ടത്തോടെ അവ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തത്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിട്ട് പിന്നീട് ചർക്ക മാറുകയാണ് ചെയ്തത്. ഖാദി വസ്ത്രം ധരിക്കുക എന്നതും അതുപോലെ ഖാദി തൊപ്പി അണിയുക എന്നതും ദേശാഭിമാനത്തിന്റെ അടയാളമായിട്ട് മാറുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനം എന്നത് മുന്നോട്ട് വെച്ചുകൊണ്ട് ചർക്ക അതിന്റെ പ്രതീകമായി മാറുകയും ഖാദി വസ്ത്രം ധരിക്കുക, ഖാദി തൊപ്പി അണിയുക എന്നതൊക്കെ ദേശാഭിമാനി എന്ന നിലയ്ക്ക് ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്തത്. അപ്പൊ എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഡേറ്റ്, മാസം, അതുപോലെ വർഷം എല്ലാം പ്രധാനപ്പെട്ടതാണ്. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും അവയുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക, ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ആചരിച്ചു വരുന്നു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഈ ഒരു തീയതി ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. എന്ന് മുതൽ 2015 മുതൽ ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി.
അപ്പോൾ 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം എന്നത്. ഖാദി പ്രസ്ഥാനം. വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ. നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യമാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ ഒരേ തരത്തിലുള്ള വസ്ത്രമല്ലല്ലോ ധരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള, വ്യത്യസ്ത രീതിയിലുള്ള, ഇവിടെ കണ്ടതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും അതുപോലെ ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വ്യക്തിപരമായി മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് തെളിവായി ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാലോ അല്ലെ. അപ്പോ സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുത്തൻ തരത്തിലുള്ള വേഷവിധാനങ്ങൾ, കൗതുകകരമായ ഒരു വളർച്ചയാണ് ഈ ഒരു വസ്ത്രനിർമ്മാണ രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുമുണ്ട്. പരസ്യത്തിലൂടെയും സിനിമകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ഇന്ന് നമ്മുടെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇന്നിപ്പോ ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളരുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പോലെ ഇതൊരു എംബ്രോയിഡറി ചെയ്ത വസ്ത്രമാണ്. അതുപോലെ ഫാഷൻ ഡിസൈനിങ് കണ്ടോ, വ്യത്യസ്ത തരത്തിലുള്ള ഭംഗിയേറിയ മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ നമ്മുടെ വസ്ത്രങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവ സ്വാഭാവികമായിട്ടും അവ നമ്മളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനിങ് എന്നത് ഇന്ന് വലിയ ഒരു തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് വിവിധ തൊഴിൽ മേഖലകളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ, വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽനൂൽപ്പ്, ഇവയെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള വസ്ത്രനിർമ്മാണ മേഖലയിലെ തൊഴിൽ സാധ്യതാ മേഖലകളാണ്. പിന്നെ ഇവിടെ കുറച്ച് പത്ര കട്ടിങ്സ് തന്നിട്ടുണ്ട്. പാഴ് വസ്ത്രങ്ങൾ കൊണ്ട് പരവതാനിയുമായി പ്രവൃത്തി പരിചയ മേളയിലെ പ്രതിഭകൾ. പഴയ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. സാരി തരൂ സഞ്ചി തര പദ്ധതിയുമായി വടകര നഗരസഭ. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്ര സമാഹരണ യജ്ഞവുമായി സന്നദ്ധ സംഘടനകൾ. അപ്പൊ ഈ ഒരു തലക്കെട്ടുകൾ കണ്ടില്ലേ? ഈ തലക്കെട്ടുകളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? വസ്ത്രങ്ങളെ പുനരുപയോഗിക്കാം എന്നതാണ്. വസ്ത്രത്തിന്റെ പുനരുപയോഗ സാധ്യതകളാണ് ഈ ഒരു പത്രക്കെട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് പരിസ്ഥിതിയെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവയുടെ റീയൂസിനെ പറ്റി, പുനരുപയോഗത്തെ പറ്റിയൊക്കെ നമുക്കിനി സംസാരിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇവയെല്ലാം തന്നെ പുനരുപയോഗിച്ച രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്. ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ പാഴായി എന്ന രീതിയിൽ ഒഴിവാക്കപ്പെടുന്ന വസ്ത്രങ്ങളിൽ നിന്ന് രണ്ടാമത് രൂപീകരിച്ചെടുത്തിട്ടുള്ള വസ്ത്രങ്ങളാണിവ. വളരെ മനോഹരമായി തന്നെ ഇവയെ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ പുനരുപയോഗ സാധ്യത ഈ വസ്ത്രങ്ങളിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. വസ്ത്രധാരണത്തിലെ നാൾ വഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ ആദ്യമേ കണ്ടതല്ലേ, മരവുരി, മരത്തൊലി, അതുപോലെ ഇലകൾ, മൃഗങ്ങളുടെ തോല് എന്നിവയൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ശരീര സംരക്ഷണത്തിനാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രധാരണം എന്നത് പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഘടകം. തുടർന്ന് ഭൂപ്രകൃതിയും അതുപോലെ കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലുമൊക്കെ സ്വാധീനം ചെലുത്തുകയും അവ മാറി മാറി വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. മാറി വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു. ഇഷ്ടവസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ആത്മാഭിമാനവും അതുപോലെ ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായിട്ടുള്ള വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയുമാണ് നാം ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ ഇതാണ് വസ്ത്രത്തിന്റെ നാൾ വഴികൾ എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വസ്ത്ര നിർമ്മാണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ വസ്ത്രത്തിന്റെ ഒരു നിർമ്മാണ രീതികൾ കണ്ടു, എങ്ങനെയൊക്കെയാണ് സ്പിന്നിങ് ജെന്നി, പിന്നെ യന്ത്ര കൈത്തറി, ആദ്യം കൈത്തറി വസ്ത്രം എന്ന രീതിയിലൊക്കെയുള്ള ഒരു പിന്തുടർച്ചയെ നമ്മൾ കണ്ടു. അതേ തുടർന്ന് വസ്ത്രത്തിന് വേണ്ടി സമരായുധമായി വസ്ത്രം മാറിയ, വസ്ത്രത്തിന് വേണ്ടി നമ്മൾ നടത്തിയ സമരമുറകളും മറ്റും കണ്ടു. എല്ലാം ലളിതമായ രീതിയിലാണ്, ചെറിയ ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ. പിന്നീട് നമ്മൾ വസ്ത്രത്തിന്റെ റീയൂസിനെ പറ്റിയും പഠിച്ചു. ഇപ്പൊ വസ്ത്രം വലിച്ചെറിയുന്നത് മൂലം പ്രകൃതിക്ക് പോലും ദോഷം സംഭവിക്കുന്നു, റീയൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ആവശ്യക്കാർക്ക് അത് ഉപയോഗപ്രദമാകുന്നു എന്ന രീതിയിലുള്ള ഒരു ആശയവും നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ അല്ലേ? വളരെ ലളിതമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാവർക്കും ഇത് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.